ഹായ് ഓൾ ഫെല്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഹാക്കിംഗ് ആണ്. അതായത് നമ്മുടെ മെറ്റസ്പോയിറ്റബിൾ മെഷീൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഹാക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പല കാര്യങ്ങൾ ഇതുവരെയുള്ള വീഡിയോയിൽ പഠിച്ചു. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് പഠിച്ചു, സ്കാനിങ്, അതുപോലെ തന്നെ വൾണറബിലിറ്റി അനാലിസിസ്, പിന്നെ എക്സ്പ്ലോയിറ്റേഷനിലെ MS കൺസോളും മെറ്റസ്പോയിറ്റ് ഫ്രെയിംവർക്കിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എക്സ്പ്ലോയിറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹാക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ മെഷീനെ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി തന്നെ ഞാൻ ആദ്യം എൻ്റെ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക്, അതായത് കൺസോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാം. ഓക്കെ, ഇതുവഴിയായിരിക്കും നമ്മൾ നമ്മുടെ എക്സ്പ്ലോയിറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാനിവിടെ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യണമെങ്കിൽ Ctrl+Shift+T ഈ 3 ബട്ടൺ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ടെർമിനൽ ഇവിടെ ഓപ്പൺ ആവും. ഞാൻ പുതിയൊരു ടെർമിനലിൽ ഇവിടെ sudo nmap-sv നമ്മുടെ മെറ്റസ്പോയിറ്റിനുള്ള IP അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ഈ -sv എന്ന് പറയുന്നത് വേർഷൻ സ്കാൻ ആണ്. നമ്മൾ പഠിച്ചു nmapന്റെ സെക്ഷനിൽ. അത് ഓൾസോ ഞാൻ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ധാരാളം മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ പോർട്ടുകൾ ഓപ്പൺ ആയി കാണാം. അതിൽ ഫസ്റ്റ് പോർട്ട് നമുക്ക് കാണാം, ഓപ്പൺ ആയി കിടക്കുന്ന FTP ആണ്. അതിൻ്റെ വേർഷനാണ് ഓൾസോ കാണാം, VS-FTPD 2.3.4. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ എക്സ്പ്ലോയിറ്റ് പെർഫോം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓർഡറിൽ തന്നെയാവും. നമുക്ക് കാണാം ഫസ്റ്റ് വരുന്ന FTP ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ FTP എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ചൂസ് ചെയ്തത്. ഇപ്പോൾ നമുക്കൊരു റിയൽ പെൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന സെയിം മെത്തേഡ് തന്നെയായിരിക്കും ഇവിടെയും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ നമുക്കറിയാം നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് ഒരു വൾണറബിൾ മെഷീനാണ്, വൾണറബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് nmap യൂസ് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ വേർഷൻ കണ്ടുപിടിച്ചു. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ടാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വൾണറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. ഒന്നെങ്കിൽ നമുക്ക് ഈ വേർഷൻ കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ചെയ്തിട്ട് അതിന് വൾണറബിലിറ്റി അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ടൂളിനെ കുറിച്ച് പഠിച്ചായിരുന്നു, അതാണ് സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ. അപ്പോൾ ഞാനിവിടെ സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വൾണറബിലിറ്റിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ. അവിടെ ഞാൻ സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ യൂസ് ചെയ്ത് ഈ ഒരു വൾണറബിലിറ്റിക്ക് എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആണോ ഇല്ലയോ നോക്കാൻ പോവുകയാണ്. അപ്പോൾ സെർച്ച് എക്സ്പ്ലോയിറ്റ് നമുക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഞാനിവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്തെങ്കിലും വൾണറബിലിറ്റി ഉണ്ടോ. ഓക്കെ, നമുക്ക് 2 വൾണറബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ മെറ്റസ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പാത്ത് ഓൾസോ ഇവിടെ കാണാം. നമ്മളിതിൻ്റെ എക്സ്റ്റൻഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇത് .py ആണ്, ഇത് .rb ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ എക്സ്പ്ലോയിറ്റിൻ്റെ ബ്രാക്കറ്റിൽ മെറ്റസ്പ്ലോയിറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതൊരു റൂബി ബേസ്ഡ് പെൻ ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ .rb എക്സ്റ്റൻഷൻ വന്നതുകൊണ്ട് തന്നെ അത് ഒരു മെറ്റസ്പ്ലോയിറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന എക്സ്പ്ലോയിറ്റ് ആവാനാണ് സാധ്യത. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഈ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത് ഈ 2290 എക്സ്പ്ലോയിറ്റിനകത്ത് വരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് മാത്രം? നമുക്കത് എല്ലാം ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം നമുക്ക് വേറൊരു കമാൻഡ് യൂസ് ചെയ്യാം, അതാണ് സെർച്ച് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഏത് സർവീസാണ് റൺ ചെയ്യുന്നത്, VS-FTPD ആണ്. അപ്പോൾ അതിൻ്റെ പേര് കൊടുത്ത് നോക്കിയാൽ അത് മാത്രം സെർച്ച് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് വരും, VS-FTPD കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സെർച്ച് കമാൻഡ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സർവീസിൻ്റെ ഒരു എക്സ്പ്ലോയിറ്റ് മാത്രം കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാം നെയിം എക്സ്പ്ലോയിറ്റ് യൂണിക്സ് FTP VS-FTPD 234 ബാക്ക്ഡോർ. നമ്മൾ സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച അതേ ഒരു എക്സ്പ്ലോയിറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിനിയും ഇത് യൂസ് ചെയ്യണം. ഇതാണ് നമ്മുടെ എക്സ്പ്ലോയിറ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് കമാൻഡ് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് യൂസ് കമാൻഡ് കൊടുത്തിട്ട് ഇത് ഫുള്ള് കോപ്പി ചെയ്യാം. നമുക്ക് കോപ്പി ചെയ്തിട്ട് കോപ്പി സെലക്ഷൻ കൊടുത്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. എൻ്റർ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പർട്ടിക്കുലർ പേലോഡ് ഒന്നും തന്നെ കൊടുക്കാത്തതുകൊണ്ട് തന്നെ നോ പേലോഡ് കോൺഫിഗേർഡ്, ഡീഫോൾട്ട് ആയിട്ട് തന്നെ യൂണിക് സിസ്റ്റം ആയതുകൊണ്ട് CMD ഇൻട്രാക്ട് എന്ന പേലോഡാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഈ എക്സ്പ്ലോയിറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണം. അപ്പോൾ നമ്മൾ എന്താണ് അതിനുള്ള കമാൻഡ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു, ഷോ ഇൻഫോ ആണ് അത് കണ്ടുപിടിക്കാനുള്ള കമാൻഡ്. നമുക്ക് ആ എക്സ്പ്ലോയിറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ഷോ ഇൻഫോ എന്ന കമാൻഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്ലോയിറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഷോ ഇൻഫോ കമാൻഡ് വഴി കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ദിസ് മൊഡ്യൂൾ എക്സ്പ്ലോയിറ്റ്സ് എ മലീഷ്യസ് ബാക്ക്ഡോർ ദാറ്റ് വാസ് ആഡഡ് ടു ദി VS-FTPD ഡൗൺലോഡ് ആർച്ചീവ്. അതായത് VS-FTPD ഡൗൺലോഡ് ആർക്കീവിലേക്ക്
ആഡ് ചെയ്ത മലീഷ്യസ് ബാക്ക്ഡോറിനെയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം കൊടുത്തിട്ടുണ്ട് ജൂൺ 30 2011 ആൻഡ് ജൂലൈ 1 2011 ഇടയ്ക്കാണ് ഈ ഒരു ബാക്ക്ഡോർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഏകദേശം 12 വർഷത്തോളം പഴക്കമുള്ള ഒരു എക്സ്പ്ലോയിറ്റ് ആണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഒക്കെ വായിച്ചു നോക്കാം. ഇത് എന്താണ് പേര്, മൊഡ്യൂള്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോ നമ്മൾ നോക്കിയായിരുന്നു, ഷോ ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ് കയറി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം മൊഡ്യൂൾ ഓപ്ഷൻസ്. ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ എക്സ്പ്ലോയിറ്റ് സക്സസ്ഫുൾ ആയിട്ട് റൺ ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ കാണാം ആർ ഹോസ്റ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടത് എൽ ഹോസ്റ്റ് ആയിരുന്നു, ഇവിടെ ആണെങ്കിൽ ആർ ഹോസ്റ്റ് ആണ് വരുന്നത്. ആർ ഹോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് ഹോസ്റ്റ്, അതായത് നമ്മുടെ ടാർഗറ്റിന്റെ IP അഡ്രസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഒന്നിനെ കൊടുത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു എൽ ഹോസ്റ്റ് നമ്മുടെ കാലിനെക്സിന്റെ IP അഡ്രസ് ആയിരുന്നു. ഇവിടെ ആർ ഹോസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് അറിയില്ല, അത് നമ്മൾ സെറ്റ് ചെയ്യണം മാനുവലായിട്ട്. അതേപോലെ തന്നെ ആർ പോർട്ട് എന്ന് പറയുന്നത് 21 ആണ് കൊടുത്തിട്ടുണ്ട്. ആർ പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് പോർട്ട്, അതായത് നമ്മളിപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്ന FTP ആണ്, അതിന്റെ പോർട്ട് നമ്പർ 21 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിയാണോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ 21 TCP ആണ്. കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർ പോർട്ട് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി സെറ്റ് ചെയ്യേണ്ടത് ആർ ഹോസ്റ്റ് ആണ്. ആർ ഹോസ്റ്റ് സെറ്റ് ചെയ്യാനുള്ള കമാൻഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു, സെറ്റ് കമാൻഡ് ആണ്. സെറ്റ് കമാൻഡ് സ്പേസ് ആർ ഹോസ്റ്റ്. ആർ ഹോസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിന്റെ IP അഡ്രസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? നമുക്ക് കാണാം 192.168.1.13 ആണ് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിന്റെ IP അഡ്രസ്. അത് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ അത് കൊടുക്കാം 192.168.1.13. അത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പേലോഡ് ഓപ്ഷൻസ് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റിന് എത്രയോളം പേലോഡ് അവൈലബിൾ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഷോ പേലോഡ് എന്ന കമാൻഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് കൊടുത്ത് നോക്കി അറിയാൻ പറ്റും എത്ര പേലോഡ് ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റിന് അവൈലബിൾ ആയിട്ടുണ്ടെന്ന്. ഷോ പേലോഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഷോ പേലോഡ്സ് എന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എറർ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റിന് ഒരേ ഒരു പേലോഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് കാണാം പേലോഡ് CMD യൂണിക്സ് ഇന്ററാക്ട്. അതായത് ഈ ഒരു നമ്മൾ പേലോഡ് കോൺഫിഗർ ചെയ്യാതെ തന്നെ അത് ഡീഫോൾട്ട് ആയിട്ടൊരു പേലോഡ് സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു പേലോഡ് മാത്രമേ ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേറെ പേലോഡ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് തന്നെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പേലോഡ്. അതേപോലെ തന്നെ ടാർഗറ്റ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഷോ ടാർഗറ്റ് കമാൻഡ് കൊടുത്ത് നോക്കി കഴിഞ്ഞാലോ? ഓക്കെ, ഇവിടെയും ഷോ ടാർഗറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ സെറ്റ് ചെയ്തോളും. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ മാനുവലായിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലിയർ കൊടുക്കാം. നമ്മൾ നമ്മുടെ ഒന്നുകൂടെ ഷോ ഓപ്ഷൻസ് കമാൻഡ് കൊടുത്ത് നോക്കാം, നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്പ്ലോയിറ്റ്. ആർ ഹോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റിന് IP അഡ്രസ് മെറ്റസ്പ്ലോയിറ്റിലുള്ള IP അഡ്രസ് ആണിത്, അത് കറക്റ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ആർ പോർട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആർ പോർട്ട് എന്ന് പറയുന്നത് FTP ആണ്, അതിന്റെ പോർട്ട് നമ്പർ 21 ആണ്, അതും കറക്റ്റ് ആണ്. അതേപോലെ തന്നെ പേലോഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് CMD യൂണിക്സ് ഇന്ററാക്ട്. അതേപോലെ പിന്നെ വരുന്നത് ടാർഗറ്റ് ആണ്, അത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്. നമുക്കിനി ജസ്റ്റ് നമ്മുടെ ടാർഗറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ മാത്രം മതി. കഴിഞ്ഞ വീഡിയോ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡാണ് എക്സ്പ്ലോയിറ്റ്. ഈ കമാൻഡ് കൊടുക്കുക, എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഷോ ഇൻഫോ എല്ലാം നോക്കി നമ്മുടെ എക്സ്പ്ലോയിറ്റിനെ കുറിച്ച് പഠിച്ച് പേലോഡ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആർ ഹോസ്റ്റും ആർ പോർട്ടും ഇപ്പോൾ എൽ ഹോസ്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ റെഡി ആണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കൊടുക്കേണ്ട കമാൻഡാണ് എക്സ്പ്ലോയിറ്റ്. അല്ലെങ്കിൽ ഓൾസോ റൺ. ഈ രണ്ട് കമാൻഡ് ഏതാണെങ്കിലും കൊടുക്കാം. ഞാനിവിടെ പ്രിഫർ ചെയ്യുന്ന എക്സ്പ്ലോയിറ്റ് തന്നെയാണ്. അപ്പോൾ എക്സ്പ്ലോയിറ്റ് കമാൻഡ് കൊടുക്കുകയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ടാർഗറ്റിനെ അത് ഹാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെഷൻ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് കാണാം ഫൗണ്ട് ഷെൽ എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ്പ്ലോയിറ്റ് കമാൻഡ് കൊടുത്തപ്പോൾ. ഞാൻ ആദ്യം കൊടുത്തപ്പോൾ എനിക്ക് അവിടെ സെഷൻ ക്രിയേറ്റ് ആയില്ല, ചില എറർ വന്നു. അപ്പോൾ ഞാൻ ഒന്നിൻ്റെ കാലിനെക്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത് റെഡി ആയത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ ആദ്യം കൊടുത്തു നോക്കുക എക്സ്പ്ലോയിറ്റ് കമാൻഡ്, എന്നിട്ടും വർക്ക് ആയില്ലെങ്കിൽ റൺ കമാൻഡ് കൊടുത്തു നോക്കുക. എന്നിട്ടും വർക്ക് ആവുന്നില്ലെങ്കിൽ ഒന്ന് മെറ്റാസ്പ്ലോയിറ്റിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ചിലപ്പോൾ അതിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇത് വളരെ പഴയ എക്സ്പ്ലോയിറ്റ് ആണ്, അതിൻ്റെ ചില ഇഷ്യൂസ് ആവും. അപ്പോൾ മൊഡ്യൂൾസ് സ്റ്റാർട്ട് ആവുന്നതിൻ്റെ ചില ഇഷ്യൂസ് കൊണ്ട് എക്സ്പ്ലോയിറ്റ് ചില സമയങ്ങളിൽ വർക്ക് ആവില്ല. ഓക്കെ, ഇപ്പോൾ എൻ്റെ കേസിൽ എനിക്കിവിടെ വർക്ക് ആയിട്ടുണ്ട്. കുറച്ച് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വർക്ക് ആയത്. ഓക്കെ, നമുക്ക് കാണാം കമാൻഡ് ഷെൽ സെഷൻ 3 ഓപ്പൺഡ്, അതിൻ്റെ നമുക്ക് IP അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇവിടെ കമാൻഡൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. LS കമാൻഡ് കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതാ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ആയിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ? ഓക്കെ,
നമുക്കിതിനി നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ പോയി ഈ കമാൻഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. വെയിറ്റ് എ സെക്കൻഡ് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ls കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്ക് അവിടെ ls കൊടുത്തപ്പോൾ ലിസ്റ്റായ കാര്യങ്ങൾ തന്നെ ഇവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട് കാണാം. ബിൻ ദേവ് ഹോം ലൈബ്രറി MNT ഇതാ ഈ FFF എന്ന് പറഞ്ഞ അവിടെ കാണാമായിരുന്നു. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ ആ ഫോൾഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൽ ഒരു കമാൻഡ് എക്സിക്യൂഷൻ വൾണറബിലിറ്റി, അതായത് ബാക്ക്ഡോർ വൾണറബിലിറ്റി കണ്ടുപിടിച്ചിട്ട് നമുക്കിപ്പോൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന കമാൻഡ് എല്ലാം നമ്മുടെ കാലിനെക്സ് മെഷീൻ അല്ല എക്സിക്യൂട്ട് ആവുന്നത്, പകരം അത് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ മെഷീനിലാണ് എക്സ്പ്ലോയിറ്റ് ആവുന്നത്, റൺ ആവുന്നത്. നമുക്ക് വേറൊരു കമാൻഡ് നോക്കാം. ഹുവാമൈ കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമുക്ക് റൂട്ട് പ്രിവിലേജ് ആണ് കിട്ടിയിരിക്കുന്നത്. മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ റൂട്ട് പ്രിവിലേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ PWD കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡയറക്ടറിയിലാണുള്ളത് മനസ്സിലാവും. നമ്മളിന്നുള്ളത് മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ / ഡയറക്ടറിയിലാണ് നമ്മളുള്ളത്. അതേപോലെ തന്നെ നമുക്കിനി IF കോൺഫിഗ് കൊടുത്ത് നോക്കാം. ഇതാ നമുക്ക് ഇവിടെ കിട്ടുന്നത് നമ്മുടെ കാലിനെക്സ് മെഷീൻ്റെ IP അഡ്രസ് അല്ല, പകരം മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ IP അഡ്രസ് ആയിരുന്നു 1.13. നമുക്കൊന്ന് കൺഫേം ചെയ്യാം. IF കോൺഫിഗ് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ 1.13. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആ എക്സ്പ്ലോയിറ്റിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ആ സെഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്കിനി എന്ത് വേണമെങ്കിലും അവിടെ പെർഫോം ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല, ബിക്കോസ് ഇതൊരു മെട്രപ്രട്ടർ ഷെല്ലായിരുന്നെങ്കിൽ കറക്റ്റ് ഒരു ഓർഡേർഡ് രീതിയിൽ നമുക്ക് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയേനെ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല. ജസ്റ്റ് വാരി വലിച്ചാണ് ആ ഔട്ട്പുട്ട് തരുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഷെല്ല് അവിടെ സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇങ്ങനെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ വൾണറബിലിറ്റി അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ഇത് വർക്ക് ആവണമെന്നില്ല. ചിലപ്പോൾ എറർ കിട്ടും, അങ്ങനെ പല കാര്യങ്ങളും കിട്ടും. എറർ കിട്ടുമ്പോൾ ഒന്നും പേടിക്കണ്ട, ജസ്റ്റ് അത് ഗൂഗിൾ ചെയ്യുക, എറർ എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT, ഗൂഗിൾ ബാർഡ്, അങ്ങനെ പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയൊക്കെ പോയി അത് എററിനെ കുറിച്ച് സെർച്ച് ചെയ്യുക, കൂടുതൽ മനസ്സിലാക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ആ എക്സ്പ്ലോയിറ്റ് ഒന്നുകൂടെ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ സെഷൻ ക്രിയേറ്റ് ചെയ്തു, എല്ലാം ചെയ്തു. അപ്പോൾ നമുക്കിനിയും റിയൽ ലൈഫിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ആക്കി അകത്ത് കയറി നമുക്ക് വേണ്ട ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാനിപ്പോൾ എനിക്കിവിടെ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ MKDIR സ്പേസ് ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ഡയറക്ടറി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് ഞാൻ LS കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മുടെ ടെസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ടോ നമുക്ക് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ മെഷീനിൽ LS കമാൻഡ് യൂസ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ LS കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ടെസ്റ്റ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കയറി ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാവുന്ന അളവിൽ നമുക്കൊരു പവർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ സെഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്കിനി എങ്ങനെ വെളിയിൽ വരാൻ നോക്കാം. ഇനി എക്സിറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് എക്സിറ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ സെഷൻ്റെ വെളിയിൽ വരും. അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ ടെർമിനലാണെങ്കിൽ അതിൽ നിന്ന് വെളിയിൽ വരാനുള്ള കമാൻഡാണ് എക്സിറ്റ്. കമാൻഡ് സെഷൻ 3 ക്ലോസ്ഡ്, അതായത് ആ സെഷൻ അവിടെ ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിച്ച് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്ത കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്തത് നമ്മുടെ മെറ്റസ്പ്ലോയിറ്റ് ഫ്രെയിം വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പുതിയ ടെർമിനലിൽ നമ്മൾ നമ്മുടെ സ്യൂഡോ nmap സ്കാൻ യൂസ് ചെയ്ത് സർവീസ് വേർഷൻ സ്കാൻ പെർഫോം ചെയ്തു നമ്മുടെ മെറ്റസ്പ്ലോയിറ്റബിൾ മെഷീനിൽ. അപ്പോൾ നമുക്ക് അവർ റൺ ആവുന്ന FTP സർവീസിൻ്റെ പേരും അതിൻ്റെ വേർഷനും കിട്ടി. എന്നിട്ട് നമ്മൾ സെർച്ച് എക്സ്പ്ലോയിറ്റ് ടൂൾ യൂസ് ചെയ്ത് ആ പർട്ടിക്കുലർ വേർഷൻ അവിടെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വൾണറബിലിറ്റി ആൻഡ് എക്സ്പ്ലോയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ പേര് നമ്മൾ MSF കൺസോളിൽ സെർച്ച് കമാൻഡ് യൂസ് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് അതെവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി. എന്നിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് അകത്തേക്ക് പോയിട്ട് പേലോഡ് ഡീഫോൾട്ടായിട്ട് കോൺഫിഗർ ചെയ്തു. എന്നിട്ട് നമ്മൾ റിമോട്ട് ഹോസ്റ്റും റിമോട്ട് പോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് അവിടെ ഒരു ഷെല്ല് ക്രിയേറ്റ് ആയി, നമുക്ക് നേരെ ആക്സസ് കിട്ടി. വളരെ ഇച്ചിരി നിറയെ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് അവിടെ ചെയ്തത്. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ബേസിക് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. നമ്മൾ ഇനി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി അപ്കമിങ് വീഡിയോസിലൊക്കെ വരും. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നോക്കിയത് നമ്മുടെ ഫസ്റ്റ് ഹാക്കാണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് എക്സ്പ്ലോയിറ്റ് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഹാക്കിംഗ് ആണ് നമ്മൾ പെർഫോം ചെയ്തത്. അതായത് നമ്മൾ മെറ്റസ്പ്ലോയിറ്റബിളിൻ്റെ FTP സെർവറെ സക്സസ്ഫുൾ ആയിട്ട് ഹാക്ക് ചെയ്തു. ഇനിയും ധാരാളം ഹാക്കിങ്ങും കാര്യങ്ങളും നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും എററും കാര്യങ്ങളും വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു സെഷനാണിത്.
എന്തെങ്കിലും വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്കറിയാമെങ്കിൽ ഞങ്ങളത് സോൾവ് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. താഴെയുള്ള നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്പർ. അവിടെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ധാരാളം പേരുണ്ട്, അറിയാവുന്നവരൊക്കെ ഉണ്ട്. അവർ നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.